ഒരിക്കൽ മരണക്കുറി വീണത് ലിബിയൻ രാജാവിൻ്റെ ഓമനപുത്രിയായ സോഫിയ രാജകുമാരിക്കാണ്. തൻ്റെ ഏകപുത്രി ആ ദുഷ്ടസർപ്പത്തിന് ആഹാരമായി തീരുമല്ലയോ എന്നോർത്തപ്പോൾ രാജാവിന് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. അനേകം രാജകുമാരന്മാർ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആ സുന്ദരീരത്നത്തിൻ്റെ ഹതവിധിയെക്കുറിച്ചോർത്ത് നെടുവീർപ്പിടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. രാജകുമാരിയുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി പൊന്നും പണവും രത്നങ്ങളും എത്ര വേണമെങ്കിലും ചെലവിടാൻ രാജാവ് ഒരുക്കമായിരുന്നു. പക്ഷേ ലിബിയ രാജ്യത്തിൻ്റെ പകുതി നൽകാമെന്ന് പറഞ്ഞാൽ കൂടിയും രാജകുമാരിയുടെ പ്രാണൻ രക്ഷിക്കുവാൻ ആരും മുന്നോട്ട് വരുമായിരുന്നില്ല. മഹാരാജാവേ, അവിടുന്ന് തന്നെ ഉണ്ടാക്കിയ നിയമം അവിടുന്ന് തന്നെ ലംഘിക്കുന്നു എന്നു വരുന്നതിൽ കവിഞ്ഞ് ഒരപമതി സംഭവിക്കാനുണ്ടോ? പ്രജകളുടെ പ്രതിനിധി രാജസന്നിധിയിലെത്തി ധൈര്യമായി ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ രാജാവ് നടുങ്ങി. ഞങ്ങളുടെ ഓമന പുത്രന്മാരിലും പുത്രിമാരിലും എത്രയെത്രയോ പേർ ആ സർപ്പത്തിൻ്റെ ആഹാരമായി കഴിഞ്ഞു. ആ ദുഃഖം ഞങ്ങൾ സഹിക്കുന്നു. ധീരനും പ്രജകളുടെ കണ്ണീര് തുടയ്ക്കാൻ കടപ്പെട്ടവനുമായ അവിടുന്ന് ഈ സന്ദർഭത്തിൽ ഭീരുത്വം കാട്ടരുത്. പ്രതിനിധിയുടെ വാക്കുകളുടെ മുമ്പിൽ മൂകനായിരിക്കുവാൻ മാത്രമേ രാജാവിന് കഴിഞ്ഞുള്ളൂ. അവസാനം 8 ദിവസത്തെ അവധി മാത്രം രാജാവ് യാചിച്ചു. രാജാവിൻ്റെ യാചന പ്രജകൾ കേട്ടു. ആ 7 ദിവസത്തേക്ക് പ്രജകളിൽ ഓരോരുത്തർ ചീട്ട് വീഴുന്നതനുസരിച്ച് ഡ്രാഗൻ്റെ ആഹാരമായിക്കൊണ്ടിരുന്നു. ഈ 8 ദിവസവും ഉപവാസവും പ്രാർത്ഥനയുമായി രാജാവും കുടുംബാംഗങ്ങളും സമയം ചെലവഴിച്ചു.